എന്നത്തെയും പോലല്ല ഇന്നത്തെ ദിവസം നന്നായി കിടന്ന് ഉറങ്ങാൻ സാധിച്ചു. സംഭവം വരുന്നല്ല, ഇന്നലത്തെ കൊതുകടി കിട്ടിയോണ്ട് തന്നെ ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് കൊതുകാല പിടിച്ചു. അതുകൊണ്ട് തന്നെ എന്നെ ആക്രമിക്കാൻ വന്ന അക്രമികളായ കൊതുകുകൾക്ക് എന്റെ വലയത്തിനുള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ശ്യാമും നേരെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടാ. ഇറങ്ങാൻ നേരത്തെ നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു, ഇഡ്ഡലിയും സാമ്പാറും. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് വിട്ടു. അപ്പോൾ എന്നത്തെയും പോലെ ആദ്യം അവൻ അവന്റെ ഓഫീസിലേക്ക്, പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോന്നു. ഓഫീസിലെത്തിയതും നമ്മൾ നേരെ വർക്കിനായിരുന്നു. വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ ലഞ്ച് ടൈം അപ്പോൾ നേരെ പുറത്തിറങ്ങി ഫുഡ് അടിക്കാൻ വിട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഊണ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ദേ ഈ കാണുന്നത്. ഇതേ ഊണ് നമുക്ക് കൊച്ചിയിൽ കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു 70 റുപ്യെങ്കിലും പോകും. കമ്പയർ ടു കൊച്ചി ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈവനിങ് ഓഫീസിൽ പോയി അവിടെ നിന്ന് നേരെ വർക്ക് കഴിഞ്ഞ് നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയതല്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലും പലതൊക്കെ ട്രൈ ചെയ്യണല്ലോ. അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു ടീ ഷോപ്പിൽ ചെന്ന് അവിടുന്ന് ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചത് വാങ്ങി കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സംഭവം ട്രൈ ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോന്നു. റൂമിലേക്ക് വരാൻ നേരത്താണ് ഞാൻ ഒരു ബ്ലോക്കിൽ പെട്ടത്. ഹൈലൈറ്റ് മാളിന്റെ ഓപ്പോസിറ്റുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റില്ല, ഒരുമാതിരി ലൂപ്പ് ബ്ലോക്ക് എന്ന് പറയും. പുറത്തു വന്നവരാണെങ്കിൽ കയറാനും പറ്റുന്നില്ല, അകത്തുള്ളവനെ വെച്ചാൽ പുറത്ത് ഇറങ്ങാനും പറ്റുന്നില്ല. അതേ അവസ്ഥ. അവസാനം ഗതി കിട്ടി ഞാൻ ആ വഴി നേരെ തിരിച്ച് നേരെ ഹൈവേക്ക് കയറി. ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ ആ കണ്ട ബ്ലോക്കിലേക്ക് വരാൻ പോകുന്ന അടുത്ത ബ്ലോക്ക്, നിങ്ങൾ ആ നേരത്തെ കണ്ടത് അണ്ടർഗ്രൗണ്ടിലത്തെ ബ്ലോക്ക് മാത്രമാണ്. ഇപ്പൊ കാണുന്നതാണെങ്കിൽ ആറുവരിപ്പാതിലത്തെ ബ്ലോക്ക്. ഇക്കാര്യത്തിൽ കൊച്ചി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചി കുറച്ചും കൂടി അടിപൊളിയാണ്. അങ്ങനെ ബ്ലോക്കും താണ്ടി ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പൊ എന്തായാലും അടുത്ത സ്റ്റോറിയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.